ഇന്ന് നമുക്ക് 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? എക്സാം ഒക്കെ അടുത്ത് വരാറായില്ലേ? എല്ലാവരും പഠിച്ച് കഴിഞ്ഞ് റിവിഷൻ ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. सूचना सीरिया की बेटी संस्मरण का यह अंश पढ़े, 1 से 3 तक के प्रश्नों के उत्तर लिखे. അപ്പോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സീരിയ കി ബേട്ടി സംസ്മരണന്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം. बोली कि मां की तबीयत ठीक नहीं है, मैं जाऊंगी तो कुछ मदद हो जाएगी. मैं जो भी सोच रही थी वह जानती चली जा रही थी. मेरे बिना कुछ पूछे वह बता रही थी, तो सोचा और बात करूं. उसके आजू बाजू के शहरों में युद्ध का शोर था. उसकी मां का शहर यूं तो सुरक्षित था, शांत था, पर वहां भी डॉक्टर के पास जाना मुश्किल काम था. നോക്കാം, അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. सीरिया की लड़की किसकी मदद करने के लिए सीरिया जा रही है? सीरिയ की लड़की ആരെ സഹായിക്കാനാണ് സീരിയ പോകുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. अपनी बहन की, अपनी माँ की, अपनी मामा की, अपनी बहन की. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. वह लड़की सीरिया जाने की बात बताते वक्त लेखिका चौंक पड़ी क्यों? മൂന്നാമത്തേത് നോക്കൂ. ലേഖിക और सीरिया की लड़की के बीच की बातचीत तैयार करी. ഇപ്പൊ 3 ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ 3ന്റെയും ആൻസർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ആദ്യത്തേതിൽ എന്താണ്? ആരെ അല്ലെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? सीरिया की लड़की किसकी मदद करने के लिए, ആരെ സഹായിക്കാനാണ് സീരിയ जा रही है? അപ്പൊ നമുക്കറിയാം, ഇതില് ആദ്യത്തെ സെന്റൻസിൽ തന്നെ പറയുന്നുണ്ട് माँ की तबीयत ठीक नहीं है എന്ന് പറയുന്നുണ്ട് അല്ലേ? मैं जाऊंगी तो कुछ मदद हो जाएगी. അമ്മയുടെ ആരോഗ്യം കുറച്ച് അല്ലെങ്കിൽ ആരോഗ്യം മോശമാണ്, അപ്പൊ ഞാൻ അമ്മയെ സഹായിക്കാൻ പോണെന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ആദ്യത്തെ ആൻസർ എന്താണ് വരിക? അപ്നി മാം കി എന്നാണ് വരിക ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ. രണ്ടാമത്തേത് നോക്കൂ. ലड़की सीरिया जाने की बात बताते वक्त लेखिका चौंक पड़ी क्यों? ലേഖിക എന്തുകൊണ്ടാണ് ഞെട്ടിയത്? സീരിയ പോണെന്ന് ആ പെൺകുട്ടി പറയുന്നു അല്ലെ? അപ്പോ ലേഖിക ഒന്ന് ഞെട്ടി. അത് എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ. सीरिया में युद्ध चल रहा था, അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. वह अपनी माँ की मदद के लिए अपना घर जा रही थी. അവള് അമ്മയെ സഹായിക്കാനായിട്ടാണ് പോകുന്നത്. लेकिन युद्ध के बीच एक बच्चे को साथ लेकर वहां जाना सुरक्षित नहीं था. ഈ യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഒരു കുട്ടിയെയും കൊണ്ട് അവിടെ പോകുന്നത് അത്ര സുരക്ഷിതമല്ല. इसलिए ലേഖിക ചൗങ്ക് പടി, അതുകൊണ്ടാണ് ലേഖിക ഞെട്ടിപ്പോയത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സംഭാഷണം എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കാൻ അറിയാം. ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്? ലേഖിക और सीरिया की लड़की की बीच की बातचीत ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോ നമുക്ക് സിമ്പിൾ ആയിട്ടൊരു സംഭാഷണം തയ്യാറാക്കാം. ലേഖിക अब कहाँ जा रही थी? लड़की सीरिया. ലേഖിക लड़की मेरी माँ की तबीयत अच्छी नहीं है. लेखिका युद्ध का समय है. लड़की लेकिन मेरी माँ की रक्षा के लिए मैं जाऊं. लेखिका बच्चे को भी लेकर यह यात्रा सुरक्षित नहीं है. लड़की मुझे पता है, लेकिन लेखिका युद्ध के बाद जाओ. लड़की नहीं, विमान न मिले तो मैं टैक्सी लेकर चलूं. ലേഖിക ടീക്ക്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലേഖികയും ലड़किയും തമ്മിലുള്ള സംഭാഷണത്തിലെ ഇവിടെ പോകുന്നു ചോദിക്കുന്നുണ്ട്.
അപ്പൊ ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ ലേഖിക ഈ സമയത്ത് എന്തിനാണ് പോണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കുട്ടി എന്താണ് പറയുന്നത്, ലഡിക്ക് എന്താ പറയുന്നത്, അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ലേഖിക പറയുന്നത് യുദ്ധമാണ് അവിടെ, പക്ഷെ ലഡിക്ക് എന്ത് പറയുന്നു, എന്റെ അമ്മയെ രക്ഷിക്കണം, അതിനു വേണ്ടി ഞാൻ പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ വീണ്ടും ലേഖിക എന്താണ് പറയുന്നത്, കുട്ടിയെ കൊണ്ട് പോകുന്നത് സുരക്ഷിതമല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ലഡിക്ക് പറയുന്നത് എനിക്കറിയാമെങ്കിലും, ലേഖിക യുദ്ധത്തിന് ശേഷം പോകൂന്ന് പറയുന്നുണ്ട്. അപ്പോ ലഡിക്ക് എന്താ പറയുന്നത്, അല്ല വിമാനം കിട്ടിയില്ലെങ്കിൽ ടാക്സി എടുത്ത് പോകും എന്നാണ് പറയുന്നത്. ടീച്ചർ, അപ്പൊ ഇത്രയുമാണ് സംഭാഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. സൂചന, जो कविता का अंश पढ़े और प्रश्न 4 और 5 के उत्तर लिखे. അപ്പൊ ഇനി അടുത്തത് ചൗ കവിതയില് ഒരു ചെറിയൊരു ഭാഗം തന്നിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാരഗ്രാഫ് വായിക്കാം. कस्बे के स्कूल में मैंने पहली बार दाखिला लिया था. कुछ दिनों बाद मैं खुद ही जाने लगा और उसके भी कुछ दिनों बाद कई लड़के मेरे दोस्त बन गए. तब हम साथ साथ कई दूसरे रास्तों से भी स्कूल आने जाने लगे. इन्हें ചോദ്യം നോക്കിയാലോ. कवि को किसने चौक पार करना सिखाया? ആരാണ് ആ ചൗക്ക് പാർ करने के लिए പഠിപ്പിച്ചു കൊടുത്തത്? ऑप्शंस തന്നിട്ടുണ്ട്. सुबह काम पर जाने वाली स्त्रियों ने, सुबह काम पर जाने वाले पिता ने, सुबह काम पर जाने वाली भाई ने, सुबह काम पर जाने वाली मां ने. അപ്പോൾ ഏതാണ് ശരി ഉത്തരം എന്ന് നോക്കാം. सुबह काम पर जाने वाली स्त्रियों ने. समान आशय वाली पंक्तियां चुनकर लिखिए. ഇത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, छोटे शहर के स्कूल में मेरी भर्ती हुई. ഏതാണ് ഈ ആശയം വരുന്ന വരികള്? നമുക്കത് നോക്കാം. അതിന്റെ ആൻസർ നമുക്ക് തന്നിട്ടുള്ള ആ വരികളിൽ തന്നെ ഉണ്ട് അല്ലേ. कस्बे के स्कूल में मैंने पहली बार दाखिला लिया था. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കവിത ആശയം ലിഖേ. കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയി തന്നെ കവിതയുടെ ആശയം എഴുതാം. ഇതാരാണ് എഴുതിയത് എന്നൊക്കെ കൊടുക്കാം, ഏത് കവിതയിലാണ് എന്നൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആശയം എഴുതാം. ശ്രീ ആലോക് തൻവാ ने लिखी कविता है चांद. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് चांद എന്നുള്ള കവിത ആലോക് തൻവ എഴുതിയതാണ്. प्रस्तुत कविता के माध्यम से कवि अपने स्कूली दिनों को याद करते हैं. ഈ കവിതയിൽ കവി തന്റെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്കൂൾ ജീവിതത്തിലെ ദിനങ്ങളെ പറ്റി ഓർക്കുകയാണ് ചെയ്യുന്നത്. जब कवि स्कूल में प्रवेश पाता तो खुद हो जाने लगता. तब कई सालों दोस्त बने तो उसके साथ घूम जाने लगे. यह कविता कवि के गहन विचार, स्मृतियों की वापसी और अपने अतीत से फिर जुड़ने की इच्छा को दर्शाती है. അപ്പൊ കവി തന്റെ സ്കൂൾ ജീവിതത്തിലെ മധുരമായ സ്മരണകളാണ് ഇതിലൂടെ പറയുന്നത് അല്ലെ. അത് മാത്രമല്ല, കഴിഞ്ഞു പോയ കാലത്തെ വർത്തമാന കാലവുമായി ബന്ധിപ്പിക്കാൻ കൂടി കവി ശ്രമിക്കുന്നുണ്ട് അല്ലെ. അടുത്ത നോക്കൂ. बाइसाइकिल 30 फिल्मी लेखांश पढ़े और प्रश्न 7 और 8 के उत्तर लिखे. ഇനി നമുക്കറിയാം ബൈസൈക്കിൾ 30 ഫിലിമി ലേക്ക്, അതിലെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. अंतिम दृश्य में अंतोनिया और ब्रूनो भीड़ के साथ चल रहे हैं. टूटे हुए शर्मिंदा साइकिल नहीं है, लेकिन दुनिया में अभी भी करुणा है. उम्मीद है एक और मुश्किल दिन है जिसका सामना करने निकली एक भीड़ है. ശരിയായ ഉത്തരം ഏതാണ് വരിക? വരുൺ ഗ്രോവർ എന്നാണ് ശരിയായ ഉത്തരം കേട്ടോ. कोष्ठक से शब्दों की सहायता से वाक्य विस्तार करें. वाक्य विस्तार करें ആണ് അടുത്തത്.
നോക്കൂ, വീട് കെ സാത്ത് അന്തിം ദൃശ്യമേ അന്തോണിയ. ഇത് നമുക്കറിയാം, ചൽ രഹേ ഹേ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ബാക്കിയുള്ളത് നമ്മൾ ചെയ്യണം അല്ലെ. അപ്പോ എങ്ങനെയാണ്? ചൽ രഹേ ഹേ അന്തോണിയ, ചൽ രഹേ ഹേ അന്തോണിയ, വീട് കെ സാത്ത് ചൽ രഹേ ഹേ അന്തിം ദൃശ്യമേ അന്തോണിയ, വീട് കെ സാത്ത് ചൽ രഹേ ഹേ. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്, सयानी बुआ कहानी का अंश पढ़े और प्रश्न 9 और 10 के उत्तर लिखे। बुआ जी के रहते ये संभव नहीं था कि उनकी अनजाने ही उनकी इच्छा के सामने किसी और की इच्छा चल नहीं सकती। भाई साहब ने शायद सारी बात डॉक्टर के सामने रख दी। तभी डॉक्टर ने कहा कि माँ का साथ रहना ठीक नहीं होगा। പാരഗ്രാഫ് വായിച്ചു. ഇനി ചോദ്യം നോക്കാം. लेखिका की पढ़ाई के विषय में कौन सतर्क थे? लेखिका के पिताजी को, लेखिका के माताजी को, लेखिका के मामाजी को, लेखिका के भाई को. ഏതാണ് ശരിയായ ഉത്തരം വരിക? लेखिका के पिताजी को. അടുത്തത് നോക്കൂ. സയാനി ബുവ की ചരിത്രഗത വിശേഷത पर टिप्पणी लिखे. സയാനി ബുവയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അല്ലെങ്കിൽ मार्च 27 विश्व थिएटर दिवस है. इस अवसर पर आपके विद्यालय में हिंदी क्लब के नेतृत्व में सयानी बुआ कहानी का मंचन होने वाला है. तो मार्च 27 विश्व थिएटर ദിവസമാണ്. ഈ സമയത്ത് നമ്മുടെ സ്കൂളില് ഹിന്ദി ക്ലബിന്റെ നേതൃത്വത്തില് സയാനി ബുവ കഹാനിയുടെ ഒരു സ്റ്റേജ് ദൃശ്യാവിഷ്കാരം ഉണ്ടാവും. അപ്പൊ അതില് സ്റ്റേജ് ഷോ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അത് നമുക്ക് सयानी बुआ कैरेक्टर स्केच नोका. सयानी बुआ अपने पति के साथ काम की व्यवस्था करती थी. बचपन में ही वो अपने सामान संभाल कर रखती थी. वे घर वालों को सदा हिदायतें देती थी. अपनी बेटी अन्नू को पढ़ाई भेजते वक्त उससे भी उन्होंने सख्त हिदायत दी. कठिन हृदय से सबसे व्यवहार करने वाली बुआ का मन कोमल था. മതി, ചെറിയ ചെറിയ സെന്റൻസിലാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പോസ്റ്റർ നോക്കാം. പോസ്റ്ററിൽ നമ്മൾ ആദ്യം സ്കൂളിന്റെ പേര് എഴുതുന്നു. ഉദാഹരണമായിട്ട് GHSS കൊല്ലം, പിന്നെ വിശ്വ തിയേറ്റർ ദിവസ് മേ സയാനി ബുവ കഹാനി കാ മഞ്ചീകരൻ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? സ്ഥാൻ, സ്കൂൾ സഭാഗ്രഹമേ, പിന്നെ ഡേറ്റ് മാർച്ച് 27, താരീഖ് എന്നാണ് ഹിന്ദിയിലെ ഡേറ്റിനെ പറയാം. സമയം കൊടുക്കണം. സമയം दोपहर 2 बजे मंच में 8वीं कक्षा के छात्र छात्राएं. ആരൊക്കെയാണ് സ്റ്റേജില്? 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് അല്ലെ. പിന്നെ രചനാകാർ ആരാണ്? മനു ഭണ്ഡാരി. നിർദ്ദേശക് വരുൺ. ഡയറക്ടർ ആണ് നിർദ്ദേശക് എന്ന് പറഞ്ഞ. അപ്പൊ വരുൺ ആണ് ബ്രാക്കറ്റിലെ ഹിന്ദി അധ്യാപകർ. പിന്നെ അവസാനം എന്ത് കൊടുക്കണം? സബ്കാ ഹാർദിക് സ്വാഗതം. ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ള ചിത്രവും കൂടി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്ററിനുള്ള മുഴുവൻ മാർക്കും നമുക്ക് ലഭിക്കും. സഹി പ്രസ്താവ് പഹചാനെ സഹി വികൽപ് ചുൻകർ ലിഖേ. ശരിയായ പ്രസ്താവന മനസ്സിലാക്കി ശരിയായ വികൽപം എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയാലോ. ഫിയാക്കോ കെ സാത്ത് യാത്ര की शुरुआत होना. कैटरीना का फियाको को बालियां दिखाना. ഈ വന്നിട്ട് ബാൽക്കണി पर खड़ी महिला के लिए मेहंदी का परफॉर्म करना. ई लेखक के पेड़ का चित्र खींचने का प्रयास करना. अगला ऑप्शंस ഉണ്ട്. आ और आ सही है. गा, आ और ई सही है. गा, ई और ई सही है. गा, आ और ई सही है. ഇതിൽ ഏതാണ് ശരിയായ വികല്പം എന്നുള്ളത് എടുത്ത് എഴുതണം. അപ്പോ നമുക്കത് നോക്കാം അല്ലെ. നമുക്ക് അത് കാണുമ്പോ തന്നെ അറിയാം ഏതൊക്കെയാണ് ശരിയായി എന്നുള്ളത്. ഇതിലിപ്പോ നമ്മൾ ശരിയായ വികല്പം എടുത്ത്
എഴുതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. उस दिन के अपने परफॉर्मेंस के बारे में कैटरीना अपनी डायरी में लिखती है. कैटरीना की यह डायरी लिखी अथवा प्रकृति और कला के बीच अभिन्न संबंध है, इस विषय पर लेख तैयार करे. ഒന്നില്ലെങ്കിൽ ഡയറി എഴുതണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഡയറി നോക്കാം. താരിഖ് ഡയറി എഴുതുമ്പോൾ ഡേറ്റ് നിർബന്ധമായി കൊടുക്കണം. അപ്പൊ നമ്മള് താരിഖ് കൊടുക്കുകയാണ്. പിന്നെ എന്താണ് എഴുതേണ്ടത്? आज मन में एक नया उत्साह है. हर दिन हम बड़े मजे में यात्रा करके और कई जगहों में परफॉर्म करके खुशी से आगे बढ़े हैं. ഇന്ന് എന്തോ ഒരു ഉത്സാഹമുണ്ട്. പിന്നെ നമ്മള് എല്ലായ്പ്പോഴും എന്താ പറയാ, നല്ല എൻജോയ് ചെയ്ത് യാത്ര ചെയ്ത ഓരോ സ്ഥലത്തും പെർഫോം ചെയ്ത സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. हम रोज नाचते गाते और बाजा बजाते चलते हैं. അപ്പൊ നമുക്കറിയാം ദിവസവും അവരെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നല്ലേ. അപ്പൊ നമ്മൾ അതാണ് അവിടെ എഴുതുന്നത്. पिछले दिन परफॉर्मेंस का अच्छा नहीं हुआ था, हम सब तनाव में था. ഒരു ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പെർഫോമൻസ് നല്ലതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ടെൻഷൻ ആവും അല്ലേ. कुछ देर बाद अमित और मेहंदी से साथ बनाते हुए गाना शुरू किया. तब हम सब उनके आसपास नाचने लगे. അപ്പം अमित और मेहंदी से साथ बनाते हुए പാട്ട് ആരംഭിച്ചു കഴിഞ്ഞ പിന്നെ ഇവരെന്താ ചെയ്യാണ്, എല്ലാവരും सब उनके आसपास नाचने लगे. तब हमें लगा कि हम किसी धागे से बंधे हुए हैं. वो बड़ा आनंद भरा था तब मन में. ആ സമയം അവരുടെ മനസ്സില് നല്ല സന്തോഷം, അല്ലെങ്കിൽ അവരുടെ മനസ്സ് നല്ല സന്തോഷത്തിലായിരിക്കും, ആനന്ദത്തിലായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒരു ലേഖ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ലേഖനം നോക്കിയാലോ. प्रकृति और कला के बीच अभिन्न संबंध है. कला प्रकृति का अनुकरण है. हवा में, नदी की बहाव में, छोटी बारिश में और बांस के टकराव में संगीत है. അപ്പോൾ കല എന്ന് പറയുന്നത് പ്രകൃതിയുടെ അനുകരണമാണ്. കാറ്റിലാണെങ്കിലും നദിയുടെ ഒഴുക്കിലാണെങ്കിലും ചെറിയ മഴയിലാണെങ്കിലും എല്ലാത്തിലും എന്താണ് ഭാസ്കർ ടെക്കറാവ്, ഈ മുളകൾ തമ്മിൽ കൂട്ടിയുണ്ടാവുന്ന ആ ഒരു ടെക്കറാവ്, അതിലും എന്താണ് സംഗീതമുണ്ട് എന്നാണ് പറയുന്നത്. ബാദൽ ദേക്കർ നാശ്തേ മോർ, പിന്നെ എന്താണ് ബാദൽ ദേക്കർ മേഘം കണ്ടതും ഡാൻസ് ചെയ്യുന്ന മൈല, മധുർഗാന ഗാത്ത ഗോയൽ, അതേപോലെ തന്നെ പാട്ട് പാടുന്ന കോയൽ, ആദി ഹമേ കലായിൽ സിക്കാത്തെ ഹെ, ഇവരെല്ലാം നമ്മളെ എന്താണ് കലകൾ പഠിപ്പിക്കുന്നുണ്ട്. സാഗർ की लहरों की आवाज मन में विभिन्न प्रकार की छवि लाने वाली है. അത് മാത്രമല്ല സമുദ്രത്തിലെ തിരമാലകളുടെ ശബ്ദം നമുക്ക് വിഭിന്ന प्रकार की छवि लाने वाली है. പിന്നെ അത് മാത്രമല്ല रात में चमकते चांद और तारे, सघन जंगल, झरना, निर्जर आदि का चित्र हम आनंद से देखते हैं. അത് മാത്രമല്ല അല്ലെ, രാത്രിയിലെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അതെല്ലാം നമ്മൾ സന്തോഷത്തോടു കൂടെ നോക്കാറുണ്ട്. ഇസ് പ്രകാർ പ്രകൃതി സേ ഹം കലായും സീഖ്തേ ഹെ, ഇങ്ങനെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് പല കലകളും പഠിക്കാറുണ്ട്. ഇനി അടുത്തത് നോക്കൂ. വിശേഷൻ ശബ്ദ ചുൻകർ ലിഖേ. ഇന്ദസാർ, ബാർഫ്, ബോഡ, ചകർ, ഏതാണ് വരിക? ബോഡ ആണ് വിശേഷൻ ശബ്ദം. ഇനി അടുത്തത് നോക്കാം. പ്രൊഫസർ UN ओके. इंतजार में बैठे बैठे 1935 में हाची ने थम तोड़ दिया. इस पर समाचार तैयार करे. ഒരു സമാചാർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ന്യൂസ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യം നമ്മൾ ഒരു ടൈറ്റിൽ കൊടുക്കണം അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ ടൈറ്റിലായി കൊടുക്കുന്നത് എന്താണ്? ഹാച്ചിക ഇന്തസാർ. പിന്നെ സ്ഥലം ടോക്കിയോ, ഒരു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പ്രൊഫസർ യുഎനോ को सड़क से मिला पिल्ला था हाची. वे दोनों बड़े दोस्त थे. और
നമ്മുടെ പ്രൊഫസറിന് പ്ലോട്ടിൽ നിന്ന് കിട്ടിയ പിള്ളയാണ് ഹാച്ചി. രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു അല്ലെ. ഹാച്ചി प्रोफेसर को हर दिन दफ्तर ले जाने के लिए रेलवे स्टेशन तक पहुंचता. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ വരാറുണ്ട്. और शाम को वहां से लौटकर ले जाता था. അതേപോലെ തന്നെ വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവരാറുണ്ട് അല്ലെ, കൂടെ വരാറുണ്ട് അല്ലെ രണ്ടുപേരും. एक दिन हाची ने प्रोफेसर को स्टेशन छोड़ा. ഒരു ദിവസം ഹാച്ചി പ്രൊഫസറിനെ സ്റ്റേഷനിൽ വിട്ടു. उस दिन दोपहर दफ्तर में उनकी मृत्यु हुई. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ വെച്ച് അവര് മരിക്കുകയാണ്. यह न जानकर हाची स्टेशन के बाहर मालिक के इंतजार में रहा. അപ്പൊ ആ ഹാച്ചി തന്റെ യജമാനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ സ്റ്റേഷന് പുറത്ത്. 9 साल और 9 महीने अपने मालिक की प्रतीक्षा में बैठकर दम तोड़ दिए. എത്ര വർഷമാണ്? 9 വർഷവും 9 മാസവും. ഹാച്ചി की आंखों में अभी भी वह इंतजार था. ഹാച്ചിയുടെ കണ്ണുകളില് ഇപ്പോഴും തന്റെ യജമാനനും അല്ലെങ്കിൽ തന്റെ യജമാനെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും അവന്റെ അല്ലെങ്കിൽ ആ ഹാച്ചിയുടെ കണ്ണുകളിൽ ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. दुनिया की सारी गंदगी के बीच दुनिया की सारी खुशबू रचते रहते हैं हाथ. इन पंक्तियों पर विचार करें. അതില് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിനെ പറ്റി പറയേണ്ടത് നോക്കാം. दुनिया के लोगों को सुख और सुविधा देने के लिए कड़े काम करने वाले लोग गंदी और गरीबी से भरी गलियों में रहते हैं. നമ്മളിപ്പോ അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് സുഖവും സൗകര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സൗകര്യത്തിന് വേണ്ടി കഠിൻ കാം കർണേ വാല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാര് ഗന്ദി ഓർ ഗരീബി സെ ബറി, ദാരിദ്ര്യവും അഴുക്ക് നിറഞ്ഞ ഗലിയിലാണ് താമസിക്കുന്നത്. इन्हें അടുത്തത് നോക്കാം. झूलिया और लूना कहानी का अंश पढ़े और प्रश्न 16 के उत्तर लिखे. एक रोज कुछ खट्टे खट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. एक लड़की ने उन्हें देख लिया. वह झट पेड़ पर चढ़ गई. आदमियों ने पहले उसे समझाया, फिर धमकाया, बहुत डराया. मैं नहीं उतरूंगी, लड़की चिल्लाई और एक शाखा पर जा बैठी. ഇപ്പോൾ ജൂലിയ ഓർ ലൂണ കഹാനിയുടെ ഒരു ചെറിയൊരു ഭാഗമാണ്. അറിയാം, നമുക്കറിയാം അല്ലെ, ഒരു പെൺകുട്ടി മരം മുറിക്കുന്നത് കണ്ട മരത്തിൽ കയറിയിരുന്ന അവൾ ഒരിക്കലും ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. पहचान कर लिखे कौन सा क्रम सही है. का जूलिया और लूना वादा किया, सेठ ने लड़की की मदद की, हट्टे कट्टे आदमियों ने अच्छे दोस्त है लड़की को धमकाया. ഇതില് ഏതാണ് ശരിയായതെന്ന് ഓപ്ഷൻസ് ഉണ്ട്. അത് നോക്കിയിട്ട് നമ്മളോട് അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ശരിയായ ക്രമം എന്ന് പറയുന്നത് ഖ, ആദ്യം വരുന്നത് ധായം, രണ്ടാമത് വരുന്നത് തായം, മൂന്നാമത് വരുന്നത് ഖായാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? नीचे दिए गए चित्र देखे और प्रश्न 17 के उत्तर लिखे. ഒരു ചിത്രം തന്നിട്ടുണ്ട്, അത് നോക്കി ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രത്തെ ആധാർ പർ ദോ വാക്യ ലിഖേ. ചിത്രത്തെ അടിസ്ഥാനമാക്കി 2 സെന്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ എഴുതാം? ചിത്രമേ ഏക് ലഡക ഓർ ദോ ലഡ്കിയാൻ ഹെ. ചിത്രത്തിൽ ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളും ഉണ്ട്. പിന്നെ അടുത്ത സെന്റൻസ് എന്ത് എഴുതാം? दोस्तों के साथ सड़क पार करके स्कूल जाने वाले बच्चे. കൂട്ടുകാർക്കൊപ്പം റോഡ് ക്രോസ് ചെയ്ത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ.
ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പൊ എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.